ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണത്. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നമ്മോടും പറയുന്നത് തന്നെയാണിത്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിനാണ് കർത്താവ് പറയുന്നത്. കർത്താവിൽ സമാധാനം, ദൈവത്തിലുള്ള സമാധാനം, അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. അത് ദൈവികമായ ഒരു ദാനമാണ്. ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന സമാധാനം എന്ന് പറയുന്നത്. അത് കർത്താവ് എന്താണ് പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതായത് ലോകത്തിൽ നമുക്കറിയാം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. ഒന്നിലും ഏതവസരത്തിലും എന്തായിരുന്നാൽ തന്നെയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുകയാണെങ്കിൽ ദൈവം നമുക്ക് സമാധാനം തരും, മനസ്സിന് ആശ്വാസം തരും എന്നുള്ള കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ധൈര്യപ്പെടാനായിട്ട്, അതായത് നാം ഒന്നും ചെയ്യാതെ ചുമ്മാതെ ഇരുന്ന് ആ കഴിഞ്ഞ കാലങ്ങളിലെ അല്ലെങ്കിൽ നഷ്ടങ്ങളെയോ ദുഃഖങ്ങളെയോ ഓർത്തോർത്ത് അത് തന്നെ ഓർത്തിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നമുക്ക് പ്രവർത്തിക്കാൻ അതൊരു തടസ്സമാണ്. എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? നിങ്ങൾ ധൈര്യപ്പെടണം. അതായത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്, മുന്നോട്ട് തന്നെ പോകണം, ധൈര്യത്തോടെ ഇരിക്കണം. ധൈര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും പ്രവർത്തന നിരതരായിരിക്കാൻ തക്കവണ്ണം നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം നിങ്ങൾക്കത് ഉതകും. അതാണ് പറയുന്നത്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ കർത്താവ് ആ സമയത്ത് കാൽവറിയിൽ യാഗമായിട്ടില്ല എങ്കിൽ തന്നെയും പ്രാവചനികമായിട്ട് തന്നെ കർത്താവ് ആ ഒരു വിശ്വാസം പറഞ്ഞു തരികയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്കറിയാം കർത്താവിൻ്റെ മനുഷ്യനായിട്ടുള്ള ഈ ജീവിതത്തിൽ കർത്താവ് പാപം ചെയ്തിട്ടേയില്ല. ആർക്കും ഒരു പാപം അല്ലെങ്കിൽ ഒരു കുറ്റം കർത്താവിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പാപമില്ലാതെ താൻ ജീവിച്ചു. പാപികൾക്ക് വേണ്ടി നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ടാണ് കർത്താവ് കാൽവറിയിൽ യാഗമായത്. അപ്പോൾ ഈ കാൽവറിയിൽ യാഗമായി തീരുമ്പോൾ അതിൻ്റെ അനന്തര ഫലമായിട്ട് നമ്മുടെ പാപം പരിഹരിക്കപ്പെടുമെന്നുള്ളത് കർത്താവിനറിയാം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത് തന്നെ. അപ്പോൾ ലോകത്തെ ജയിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ സകല പാപങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നാം അനുഭവിക്കേണ്ട ശിക്ഷയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചു. നാം സ്വതന്ത്രരായി തീർന്നു. അപ്പോൾ ഒരു ജയാളിയായ കർത്താവിനെയാണ് നാം കാൽവറിയിൽ കാണുന്നത്. അപ്പോൾ കാൽവറിയിൽ മരിച്ചു അടക്കപ്പെട്ടു, കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ കർത്താവിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തിയും, കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തിയും ജയാളിയായിട്ട് ജീവിക്കാനായിട്ടാണ് കർത്താവ് അപ്രകാരം ചെയ്തത്. അപ്പോൾ കർത്താവ് ലോകത്തെ ജയിച്ചുവെങ്കിൽ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന നാമം ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക, നിങ്ങൾ ഒന്നിനാലും വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്, അങ്കലാപ്പോ വേവലാതിയോ ഒന്നും വേണ്ട, നിങ്ങൾ എന്നിൽ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് കർത്താവ് നമ്മോട് ഏവരോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. സങ്കീർത്തനം 55-ന്റെ 22-ാമത്തെ വാക്യം ഇതാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ
അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആരാണ് നീതിമാൻ? കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതായത് വിശ്വാസമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അത് നമുക്ക് ജീവിക്കാനായിട്ട് പ്രേരകമായിട്ട് തീരുന്നു. നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ധൈര്യം നൽകുന്നു. ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിൽ തന്നെയും ജയാളിയായ കർത്താവിനെ പിന്തുടരുന്ന നാം ഓരോരുത്തരും ജയാളികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്നാണ് ഇവിടെ ഈ വാക്യം പറയുന്നത്. അവൻ നമ്മെ പുലർത്തും, കർത്താവ് നമ്മെ വഴി നടത്തും, നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ. നിങ്ങളേവരും ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ സ്തോത്രത്തോടുകൂടെ അടുത്ത് ചെല്ലുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.